തളിപ്പറമ്പിൽ പി കെ ശ്യാമളയ്ക്കെതിരായ എതിർപ്പ് അവഗണിച്ചത് തിരിച്ചടിയായി എന്ന് പറയുകയാണ് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ. സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ടായി എന്നും വിമർശനം. തളിപ്പറമ്പിലെ പയ്യന്നൂരിലെ വിഷയങ്ങൾ മലബാറിലാകെ എതിർവികാരം ഉണ്ടാക്കിയതാണ് വിമർശനം. ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിൽ വ്യക്തതയില്ലെന്ന് വിമർശനം ഉയർന്നു. വിവരങ്ങളുമായി അജീഷ് അത് വിമർശനമല്ല, ഈ പറഞ്ഞ ബഹുജനമല്ല പൊതുജനം എന്നൊക്കെ പറഞ്ഞിട്ട് കെ രാഗേഷ് രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് പിടികിട്ടിയിട്ടില്ല, കേട്ടവർക്കാർക്കും പിടികിട്ടിയിട്ടുമില്ല. ശരിയാവണ്ണം പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ അവിടെ പയ്യന്നൂരുണ്ടായ രക്തസാക്ഷി ഫണ്ട് വിവാദം അതിൽ വിശദീകരിക്കുന്നതിനുള്ള പ്രശ്നം ഒക്കെ ശരിയാവണ്ണം തന്നെ വിലയിരുത്തുകയാണോ? അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, അമൃത. എന്തായാലും മറ്റു ജില്ലകളിലൊക്കെ തന്നെ പിണറായിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ വിമർശനം ഉയരുമ്പോൾ ഇവിടെ ജില്ലാ സെക്രട്ടറിക്കും എന്തായാലും അമ്പുകൾ ഏൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജില്ലാ സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹത്തിന്റെ വിശദീകരണ രീതി, അതൊക്കെ തന്നെ ജനങ്ങൾക്ക് ദഹിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് പാർട്ടി നേതാക്കൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. പ്രധാനമായും അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ചില വിശദീകരണങ്ങൾ പരിഹാസ്യമായി മാറി എന്നുള്ളൊരു വിമർശനം പോലും ഉയർന്നിരുന്നു. പറയുന്നത് പലതും ആളുകൾക്കൊന്നും മനസ്സിലാവാത്ത കാര്യമാണ്. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ പയ്യന്നൂരിൽ പല അണികളും അനുഭാവികളും ഒക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാൻ കാരണമായി എന്നുള്ള ഒരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും പേരാവൂരിലെയും ഒക്കെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു. പേരാവൂരിൽ കെ ശൈലജയെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ അവരെ തോൽപ്പിക്കാനാണെന്നുള്ളൊരു വിമർശനം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. തളിപ്പറമ്പിൽ തന്നെ ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് അത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ളൊരു രീതിയായി തോന്നിയതായും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും പിണറായി എം വി ഗോവിന്ദൻ വിമർശനത്തിന് മുക്തമല്ല, അത് കണ്ണൂർ അടക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.